കേരളം ഗുരുതരമായ സാമ്പത്തിക തകർച്ചയിലാണ്. പരിഹാരമായി വേണ്ടത് കടുത്ത നടപടികളും. പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ധനകാര്യ കമ്മീഷൻ മുൻ അധ്യക്ഷനുമായ BA പ്രകാശ് പറയുന്നു. അതായത് കേരളം ഇതുവരെ കാണാത്ത അതിരൂക്ഷമായിട്ടുള്ള ഒരു സാമ്പത്തിക തകർച്ചയിലാണ്. ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇപ്പോൾ നടത്തുന്ന രീതി നമ്മൾ കണ്ടല്ല. നമ്മൾ തിരിച്ചു പോരാ, തിരിച്ചത് ചോദിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ്റെ മാഫിയ രാഷ്ട്രീയം വെച്ച് അവനെ അടിച്ചൊതുക്കാൻ ശ്രമിക്കും. സംസ്ഥാനം ഈ ചെലവാക്കുന്ന അനാവശ്യമായിട്ടുള്ള ചെലവുകളെ പറ്റിയോ ധനധൂർത്ത് ചെലവിനെ പറ്റിയോ അല്ലെങ്കിൽ 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ സൃഷ്ടിച്ച ബാധ്യതയെ പറ്റി ആരെങ്കിലും ഒരു വാക്ക് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സാറിൻ്റെ ഒരു പരിഹാരം എന്താണ്? നിലവിലുള്ള ഈ പ്രതിസന്ധി സാറ് തകർച്ച എന്ന് നോക്കാൻ ഉപയോഗിക്കുന്ന ഈ തകർച്ചയിൽ നിന്ന്, സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത്? അതായത് നമ്മളിപ്പോൾ പിന്നീട് ഈ ഒരു രോഗി വെന്റിലേറ്ററിൽ കിടക്കുന്നു, വളരെ ഗുരുതരമായിട്ട് കിടക്കുന്ന രോഗി മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രോഗിയെ രക്ഷപ്പെടുത്തണമെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നമ്മൾ ആണല്ലോ. ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗി, അല്ലെങ്കിൽ അത്യാസന്നതയിൽ കിടക്കുന്ന ഒരു രോഗി, അല്ലെങ്കിൽ വലിയ ചെലവേറിയ ഒരു ശസ്ത്രക്രിയ നടത്തേണ്ട ഒരു രോഗി, ആ തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്താലല്ലേ രക്ഷപ്പെടുകയുള്ളൂ. അതുപോലുള്ള കടുത്ത നടപടികളിലേക്ക് നമ്മൾ പോകണം. ഞാൻ വേറൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ ധനവകുപ്പ് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 3 ധവളപത്രം അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ. 2001, 2011, 2016. അതിലെന്താ വേണമെന്നുള്ള കാര്യങ്ങൾ മാത്രം ഇവിടെ ചെയ്താൽ മതി, വേറെ കൂടുതലായിട്ടൊന്നും വേണ്ട. അതിൽ എന്താണ് പറയുന്നത്? ഈ ധന രംഗത്തുള്ള പിന്നീട് മോശമായിട്ടുള്ള ഈ പരിപാടികളെല്ലാം മാറ്റണം. ബഡ്ജറ്റിൽ എഴുതി വെച്ചിരിക്കുന്ന മുഴുവൻ കള്ളക്കണക്കുകൾ എഴുതണ്ട, ശരിയായിട്ടുള്ള കണക്ക് എഴുതുക. ഈ പദ്ധതി ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിക്കാൻ, ഞങ്ങൾ വലിയ പദ്ധതി ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിക്കാൻ 100 കോടി രൂപ വരുമാനം ഉണ്ടെങ്കിലും അവർ 1000 കോടി രൂപ എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കും. ഈ എഴുത്ത് മാത്രമേ കടലാസിൽ കാണുള്ളൂ. ബഡ്ജറ്റിലെ കണക്കുകളൊക്കെ തെറ്റെന്നാണ് ഈ ധവളപത്രം പറയുന്നത്. ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഇത് ഈ വരുമാനം ചെലവ് ഒരു ബന്ധമില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ പണമൊക്കെ ഈ ധനധൂർത്ത് രാഷ്ട്രീയം, എല്ലാ മേഖലയിലും ധനധൂർത്ത് രാഷ്ട്രീയമാണ് നടത്തുന്നത്. ഈ ധനധൂർത്ത് രാഷ്ട്രീയത്തിൽ നിന്ന് കേരളം പിന്നീട് രക്ഷപ്പെട്ടാലേ കേരളത്തിൽ മുന്നോട്ട് പോകാനൊക്കൂ. അത് ഒരു ലോക്കൽ ഗവൺമെൻറ്റ്സിലുള്ള ഒരു ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് ആയാലും, ഒരു MLA ആയാലും, അല്ലെങ്കിൽ മറ്റ് സർക്കാർ മേഖലയിലുള്ള ഉദ്യോഗസ്ഥരായാലും, ട്രേഡ് യൂണിയൻ ആയാലും, ഈ സർക്കാരിൻ്റെ പണം എങ്ങനെയെങ്കിലും നമുക്ക് അടിച്ചെടുക്കുക എന്നുള്ള, ഓരോ പേര് പറഞ്ഞ് അടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ലോക്കൽ ഗവൺമെൻറ്റ്സിൽ എന്താണ് നടക്കുന്നതെന്നറിയാം. അവിടെ എത്ര പദ്ധതികളുണ്ട്, അതിൻ്റെ എല്ലാ മെമ്പർമാരുമായിട്ട് ആദ്യം ഓരോരുത്തർക്ക് ഞങ്ങൾക്ക് ഇത്രയാണെന്ന് പറഞ്ഞ് മൊത്തം വീതിക്കും. അവരുടെ സൗകര്യം അനുസരിച്ച് കോൺട്രാക്ടർമാരെയോ അല്ലെങ്കിൽ ബെനിഫിഷ്യറി കമ്മിറ്റി എങ്ങനെയെങ്കിലും വെച്ച് ഇങ്ങനെ നടപ്പിലാക്കി അതിലൊരു നല്ലൊരു തുക അടിച്ചെടുക്കുകയാണ് അതിനകത്ത് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. നമ്മൾ പറയും ലോകത്തിന് മാതൃകയാണെന്നുള്ള നമ്മൾ വികസനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയും. നടക്കുന്ന എങ്ങനെയാണ്? പിന്നെ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ ഈ പദ്ധതികൾ നോക്കും. ഒരു പദ്ധതി നേരെ ചൊവ്വേ നടപ്പിലാക്കാനുള്ള ത്രാണിയുണ്ടോ? CAG പരിശോധിച്ചിട്ടുണ്ട്. 1 കോടിയിലധികം ഉള്ള പദ്ധതികൾ ഏതെങ്കിലും സമയബന്ധിതമായിട്ട് നടപ്പിലാക്കാനുള്ള ത്രാണി നോക്കണ്ടോ? ഇതുവരെ നടത്തിയ പരിചയമുണ്ടോ? അപ്പോൾ പിന്നെ ഈ പദ്ധതി എന്ന് പറയുന്നത് എന്തോ? അപ്പോൾ പദ്ധതികൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്തതാണ്. പൈസ കൃത്യസമയത്ത് കൊടുത്താലല്ലേ നടക്കുള്ളൂ. ഇപ്പം പിന്നെ ഒന്നും നടക്കില്ല. ഒരു കോൺട്രാക്ടർ പോലും ഒരു പദ്ധതി എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മൾ ഈ അനുവർത്തിച്ചു കൊണ്ട് ഇരിക്കുന്ന ഈ പണം സർക്കാരിൽ നിന്ന് തട്ടിയെടുക്കാനായിട്ടുള്ള പരിപാടികളുമായിട്ട് അത് വിട്ടിട്ട് ഇതെല്ലാം ജനത്തിൻ്റെ പണമാണ്, അത് വളരെ ഉത്തരവാദിത്വമായിട്ട് ചിലവാക്കണമെന്നുള്ള രീതിയിലുള്ള ഉത്തരവാദിത്തമായിട്ട് ചിലവാക്കേണ്ട രീതിയിലേക്കുള്ള മാറ്റം വേണം. നമ്മൾ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് അതിൽ നമ്മൾ MLA സ്ഥാനം കിട്ടാത്ത വലിയ നേതാക്കന്മാരെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് പബ്ലിക് സെക്ടറിൻ്റെ ചെയർമാനായിട്ട്. എന്തിനാ? നീ എങ്ങനെയെങ്കിലും മോഷണം ചെയ്ത് നശിപ്പിച്ചോ എന്നുള്ളതാണ്. ഒരു പബ്ലിക് സെക്ടർ സ്ഥാപനം നടത്താനായിട്ടുള്ള വലിയ അറിവ് വേണ്ടേ, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള അറിവ് വേണ്ടേ? രാഷ്ട്രീയക്കാരാണ് നടത്തേണ്ടത് എൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട്. നമ്മളിവിടെ ഇപ്പോൾ ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇപ്പോൾ നടത്തുന്ന രീതി നമ്മൾ കണ്ടല്ല. നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാവരും കൂടെ പാവപ്പെട്ടവർ അതിനകത്ത് കൊണ്ട് കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പണം മുഴുവനും അടിച്ച് എടുക്കുക. എന്നിട്ട് അത് തിരിച്ചത് ചോദിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ്റെ മാഫിയ രാഷ്ട്രീയം വെച്ച് അവനെ അടിച്ചൊതുക്കാൻ ശ്രമിക്കും. അത് തിരിച്ചു വേണമെന്ന് പറയാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത ഒരു സ്ഥിതി അവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെയല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പണം കോപ്പറേറ്റീവ് ബാങ്കിൽ ഇട്ടിട്ട് ആ പണം തിരിച്ചു വേണമെന്ന് ചോദിക്കാൻ പോകുന്നവനെ അടിച്ചൊതുക്കി, അവനെ പേടിപ്പിച്ച്, അവനെ ഉറപ്പിച്ച് നിർത്തയില്ലേ? അങ്ങനത്തെ മാഫിയ രാഷ്ട്രീയമല്ലേ നമ്മളിവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ആ തരത്തിലുള്ള ഈ മാഫിയ രാഷ്ട്രീയം വെച്ച് ഈ പൊതുമുതൽ മുഴുവൻ അടിച്ചെടുക്കുന്ന രീതി വിട്ടിട്ട് ആരാണ് ഈ മേഖലയിൽ കുറ്റകൃത്യം ചെയ്താൽ അവൻ ആൻസറബിൾ ആവണം. അവിടെ പോലീസ് കൊണ്ടിങ്ങനെ വളഞ്ഞു കളയണ്ട. ഇവിടെ ഇപ്പോൾ ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ പോയിരിക്കുന്ന ഒരുപാട് ആളുകൾ പറയുന്നു, അതായത് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും സർക്കാരിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും ആർക്ക് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും പുല്ല് വില പോലും ഇല്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പണം നിങ്ങൾ അധ്വാനിച്ച കോപ്പറേറ്റീവ് ബാങ്കിലിട്ട് അവിടെ ഒരു ശതമാനം പരിചയം കണ്ട കൂടുതൽ കിട്ടുമെന്നും പറഞ്ഞുള്ള അട്രാക്ഷൻ വെച്ച് ഇട്ട പണം ഇപ്പോൾ ഒരു കോപ്പറേറ്റീവ് ബാങ്കില്ല, രണ്ടില്ല, എത്ര എണ്ണത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള പിന്നീട് ഈ ധനധൂർത്തും ധനമാഫിയ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു സമൂഹം നിലനിൽക്കുന്ന, ഒരു രാജ്യം നിലനിൽക്കുന്ന? അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിനകത്ത്. അപ്പൊ ഇതിലൊക്കെ ഒരു മാറ്റം വരുത്താതെ നമ്മൾ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധനരംഗത്ത് നടക്കുന്ന അഴിമതിയും ധൂർത്തും മറ്റും എല്ലാം മൂടി വയ്ക്കാനായിട്ടുള്ള ഒരു PR വർക്ക്, ഒരു പ്രചരണമാണ് ഇവിടെ ഇപ്പോൾ എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. പത്രക്കാർ അല്ലെങ്കിൽ TV-ക്കാർ, ബാക്കിയുള്ള എല്ലാവരും ഇവിടെ ഒരു പ്രശ്നമില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പുതിയ വ്യവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ആരും ഇവിടെ ഗൗരവമായിട്ടുള്ള ഒരു ധനപ്രതിസന്ധി ഉണ്ടെന്ന് ആരും പറയാനൊക്കില്ല. പറഞ്ഞാൽ അവനെ കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു മാഫിയ ലെവലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെ ഒരു സമൂഹം എങ്ങനെ മുന്നോട്ട് പോകും? അങ്ങനെ ഒരു സമൂഹം മുന്നോട്ട് പോകും. അപ്പോൾ ഇതിലൊക്കെ വലിയൊരു മാറ്റം വരാതെ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ ധനധൂർത്ത രാഷ്ട്രീയവും മാഫിയ രാഷ്ട്രീയം വരെ ഇതിനകത്ത് നിലനിൽക്കുന്നു. ജനത്തിൻ്റെ പണം, സർക്കാരിൻ്റെ പണം, ജനങ്ങളുടെ ടാക്സ് അല്ലെങ്കിൽ വരുമാനം, അതിനെ അടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഓരോ തന്ത്രങ്ങളുമായിട്ട് ഇവിടെ അത് കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ നടക്കുന്നു. പിന്നെ ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു ധനപ്രശ്നം നമ്മുടെ നാട്ടിൽ വന്നല്ലോ. ഇതിനാരും ഉത്തരവാദിയെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇതിനെ മുഴുവനും നശിപ്പിച്ച് നാമാവശേഷമാക്കി അതിന് റെസ്പോൺസിബിൾ ആയിട്ട് ഈ ഗവൺമെൻറ്റിനെ നയിച്ച ആളുകൾ അവരെന്താണ് വലിയ ന്യായങ്ങളല്ലേ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ വേറെ എങ്കിലും ഒരു നാട്ടിലാണെങ്കിൽ അവനെ ഹി ഷുഡ് ബി അക്കൗണ്ടബിൾ ആക്കില്ലേ? ധനസ്ഥിതി മുഴുവനും മാനേജ് ചെയ്ത് നശിപ്പിച്ച് ഈ നാടിനെ മുഴുവനും നശിപ്പിച്ച് ജനങ്ങളുടെ മുഴുവൻ താല്പര്യങ്ങൾ മുഴുവനും നശിപ്പിച്ചിട്ട് അതിന് ഉത്തരവാദിയായിരിക്കുന്ന ആൾ നമ്മുടെ സംവിധാനത്തിൽ, അതിന് ഉത്തരവാദിയായിട്ടുള്ള ആരെങ്കിലും ഉണ്ടല്ലോ, മന്ത്രിയെന്നോ സർക്കാരെന്നോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനെന്നോ. ഇങ്ങനെയൊരു നാടുണ്ടോ? കേരളം മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. സാമ്പത്തിക തകർച്ച എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് കടന്നു പോവുകയാണ്. ഈ ഒരു പ്രതിസന്ധിയിലേക്ക് വന്നത് പെട്ടെന്ന് ഒരു ദിവസം, അങ്ങനെ പെട്ടെന്നൊരു കാലം കൊണ്ട് വന്നതാണോ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഉണ്ടായതിൻ്റെ ഒരു പ്രതിഫലനമാണോ? ഇപ്പോൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? അതായത് കേരളം ഇതുവരെ കാണാത്ത അതിരൂക്ഷമായിട്ടുള്ള ഒരു സാമ്പത്തിക തകർച്ചയിലാണ്, ധനകാര്യ തകർച്ചയിലാണ് ഇപ്പം നിൽക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സർക്കാർ തന്നെ ഈ തരത്തിലുള്ള ഒരു അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടായതല്ല. ഇപ്പോൾ 2001 നമ്മൾ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ധനകാര്യ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അന്നൊരു ധവളപത്രം പ്രസിദ്ധീകരിച്ചു. 2011 വീണ്ടും ഒരു ധവളപത്രം പ്രസിദ്ധീകരിച്ചു. 2016 വീണ്ടും ധവളപത്രം പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ധനപ്രതിസന്ധിയുടെ ഒരു മൂല കാരണമായിട്ട് നമുക്ക് പറയാമെന്നുള്ളത്, നേരത്തെ ഉണ്ടായിരുന്ന ഈ ധനപ്രതിസന്ധി ഒന്നും വേണ്ട വിധം അഡ്രസ്സ് ചെയ്യാതെ, അതിനെ പരിഹാരം കാണാതെ അതിനെ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് കൊണ്ടുപോയത് മൂലമാണ് ഇന്നത്തെ ഈ സ്ഥിതിയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 2016 ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാം. ഈ നിലയ്ക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ 2021 ശമ്പളം പെൻഷൻ പോലും മുടങ്ങും എന്ന് 2016 ഈ സർക്കാർ പ്രസിദ്ധീകരിച്ച് ധവളപത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം, പെട്ടെന്നുണ്ടായ ഒരു സംഭവം മാത്രമല്ല. പിന്നെ ഈ 3 ധവളപത്രത്തിലും കേന്ദ്രമാണ് സംസ്ഥാനത്തിൻ്റെ ധനപ്രതിസന്ധിയുടെ കാരണം എന്ന് പറയുന്നില്ല. ഈ ധനപ്രതിസന്ധിയുടെ കാരണം സംസ്ഥാന സർക്കാരുകളുടെ മോശമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റും നികുതി പിരിവ് മെച്ചപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ വെട്ടിക്കുറിക്കുന്നതിലും വന്നിരിക്കുന്ന ഒരു പരാജയമാണ്. ഇത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമാണ്. ഇവിടുത്തെ മോശമായിട്ടുള്ള നയങ്ങളുടെ ഒരു പ്രശ്നമാണ്. അനാവശ്യമായിട്ടുള്ള ചെലവുകളുടെ ഒരു പ്രശ്നമാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ധനധൂർത്ത രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ള ഒരു നിലപാടാണ് ഈ 3 ധവളപത്രം എടുത്തിട്ടുള്ളത്.
അതുകൊണ്ട് ഇതിനെ മുഴുവനും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായ ഒരു സംഭവമാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. സാറിൻ്റെ നിരീക്ഷണത്തിൽ എത്രത്തോളം അതിൻ്റെ ഒരു ആഴമുണ്ട്? ഈ പ്രതിസന്ധിയുടെ ആഴം എത്രത്തോളമാണ്? അത് ഇതുവരെ കാണാത്ത ഒരു പ്രതിസന്ധിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. അതായത് നമ്മളിപ്പോൾ സംസ്ഥാന ബഡ്ജറ്റിൽ ഒരു വർഷം ചെലവിന് അവർ പറഞ്ഞിരിക്കുന്ന ഒരു കണക്ക് 1,73,000 കോടി രൂപയാണ് ആണല്ലോ. പക്ഷേ ഇന്ന് ട്രഷറിയിൽ 1,00,000 രൂപയ്ക്ക് അധികമുള്ള ചെക്കുകൾ ബില്ലുകൾ പോലും മാറുന്നില്ല. നമ്മളിവിടെ ഇപ്പോൾ ഇവിടെ സർക്കാരും ഇവിടെയുള്ള മാധ്യമങ്ങളും പറഞ്ഞിരിക്കുന്ന ഇതനുസരിച്ച് ഏതാണ്ട് ഒരു 27,000 കോടി രൂപയുടെയെങ്കിലും പെൻഡിങ് ബില്ലുകളിൽ ഇപ്പോൾ രംഗത്തുണ്ട്. അതായത് ഇപ്പോൾ കോൺട്രാക്ടർമാർക്ക് കൊടുക്കേണ്ട 16,000 കോടി രൂപ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട 4,500 കോടി രൂപ, ഓണക്കിറ്റ് വിതരണം 158 കോടി രൂപ, അതോടൊപ്പം തന്നെ ഈ ബഡ്ജറ്റിൽ നിന്ന് പിന്നെ വാട്ടർ സപ്ലൈ മെഷീൻ കൊടുക്കാനുള്ള 1,400 കോടി രൂപ, 3 മാസത്തെ ക്ഷേമ പെൻഷൻ. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയും കണക്കുകൾ തന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 27,000 കോടി രൂപയുടെ പെൻഡിങ് ബിൽസ് ഇപ്പോൾ നിൽക്കുന്നു. കൊടുക്കാനൊന്നുമില്ല, കോൺട്രാക്ടേഴ്സിന് കൊടുക്കാൻ പൈസയൊന്നുമില്ല. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളതിനകത്തും. ഇതിന് പുറമെ വേറൊരു 25,000 കോടി രൂപ ഈ ശമ്പള കുടിശ്ശിക ആയിട്ടുള്ളതും ശമ്പള അരിയേഴ്സ് ആയിട്ടുള്ളതും DA റിവിഷനും ബാക്കിയുള്ളതായിട്ട് അതും കൊടുക്കേണ്ട തുക പെൻഡിങ്ങിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സർക്കാർ ഇതിനെ പറയണ ഇപ്പോൾ ഏതാണ്ട് ഒരു 50,000 കോടി രൂപയുടെ ബാധ്യതയിൽ ഇപ്പോൾ നിൽക്കുന്നത് കൊടുക്കാൻ പണമില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുരുതരാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നില്ലേ ഉള്ളൂ. വലിയ തകർച്ച, ഇതുവരെ കാണാത്ത തകർച്ചയിലേക്ക് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് എല്ലാ ഇതും കാണിക്കുന്നത്. ഈ ധനപ്രതിസന്ധിയിൽ നമ്മൾ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലൊരു ഡിബേറ്റാണ്, അല്ലെങ്കിൽ തർക്കം. കേന്ദ്രത്തിൻ്റെ ചില അവഗണനകളൊക്കെ കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാക്കുന്ന രീതിയിലേക്ക് നമ്മൾ ധാരാളം വാർത്തകളും ആരോപണങ്ങളൊക്കെ നമ്മൾ കണ്ടു. എത്രത്തോളം അതിൽ വാസ്തവമുണ്ട്? ഈ ആരോപണങ്ങളിൽ എവിടെയെങ്കിലും സംസ്ഥാനം ഈ ചെലവാക്കുന്ന അനാവശ്യമായിട്ടുള്ള ചെലവുകളെ പറ്റിയോ ധനധൂർത്ത് ചെലവിനെ പറ്റിയോ അല്ലെങ്കിൽ 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ സൃഷ്ടിച്ച ബാധ്യതയെ പറ്റി ആരെങ്കിലും ഒരു വാക്ക് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഒരു വസ്തുതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ധനധൂർത്ത് രാഷ്ട്രീയമാണ് സംസ്ഥാനത്തിലെ ഈ കാലാകാലങ്ങളിൽ ഇപ്പോൾ ഇരിക്കുന്ന സർക്കാരുകളൊക്കെ അനുവർത്തിച്ചു വരുന്നത്. അതായത് ഈ ജനങ്ങളിൽ നിന്നും മറ്റു വിഭാഗങ്ങളിൽ നിന്നും നികുതിയായിട്ട് പിരിക്കുന്ന തുകയും മറ്റ് ചെറിയ ചെറിയ തുകകളാണ് അതാണ് സംസ്ഥാനത്തിൻ്റെ വരുമാനം. കടമെടുക്കുന്ന തുകയും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന തുകയും ഇതൊക്കെ ജനങ്ങളുടെ പണമാണ്. അത് ജനങ്ങളുടെ ക്ഷേമത്തിനും നാടിൻ്റെ വികസനത്തിനുമാണ് ചിലവാക്കേണ്ടതെന്നുള്ള ഒരു പരിഗണനയുമില്ലാതെ ആഡംബരത്തിനും ഭരണവർഗത്തിൻ്റെ ആഡംബരത്തിനും ധൂർത്തിനും പിന്നെ അതുപോലെ തന്നെ അതിശക്തരായ തൊഴിലാളി യൂണിയൻ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിൽ അനുവർത്തിച്ചു വരുന്നത്. നമ്മളിപ്പോൾ നമുക്കിപ്പോൾ ഇത്രത്തോളം വലിയ തോതിലുള്ള സർക്കാർ ജീവനക്കാരുടെ ആവശ്യമുണ്ടോ? ഇത്രത്തോളം വകുപ്പുകൾ ആവശ്യമുണ്ടോ? പണ്ട് നമ്മൾ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് ആളുകളെയൊക്കെ നിയമിച്ചു വെച്ചു, എല്ലാ മേഖലയിലും സർക്കാർ വികസനം എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാം, ബ്യൂറോക്രസി വികസനം എന്ന് പറഞ്ഞാൽ സർക്കാർ വികസനം എന്നാണ്. ബ്യൂറോക്രസി വികസനം മൂലം പിന്നീട് ജനത്തിന് എന്തെങ്കിലും നേട്ടം കിട്ടുമോ? ആ ജോലി കിട്ടുന്ന ആളിന് മാത്രമല്ല നേട്ടം, അയാൾക്ക് ശമ്പളം കിട്ടുന്നു, അയാളുടെ കുടുംബമൊക്കെ പോകുന്നു എന്നുള്ളതൊക്കെ കവിഞ്ഞ് അത് ജനത്തിന് എത്ര നേട്ടം കിട്ടുന്നു? നിങ്ങളിപ്പോൾ വലിയൊരു കൃഷി വകുപ്പ് കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, ഒരുപാട് ആളുകൾ നിയമിച്ചു വെച്ചിരിക്കുന്നു. അത് കൃഷി വികസനമാണെന്ന് പറഞ്ഞാൽ കർഷകനെല്ലാം കിട്ടുന്നു, അതുകൊണ്ട് കിട്ടുന്നില്ലല്ലോ. ഇതുപോലെയാണ് നമ്മുടെ അതുപോലെ നമ്മൾ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അത് നേരെ ചൊവ്വേ നടത്തുന്നതെല്ലാം ഇല്ല, അതിൽ വലിയ തോതിലുള്ള നഷ്ടത്തിൽ നടക്കുന്നു. അവരെയൊക്കെ നമ്മൾ തീറ്റിപ്പോറ്റേണ്ട കാര്യം വല്ലതും ഉണ്ടോ സർക്കാരിൻ്റെ ഇതിലെന്ന്? അതോടൊപ്പം തന്നെ ഒരുപാട് മേഖലയിൽ ധനധൂർത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ 22 അംഗങ്ങൾ, അവർക്ക് വേണ്ടി ഒരു വലിയ പരിവാരങ്ങൾ, അല്ലെങ്കിൽ ഈ MLA-മാർക്കും ബാക്കിയുള്ളവർക്കും കൊടുക്കുന്ന മെഡിക്കൽ ആനുകൂല്യങ്ങൾ, പരിധിയില്ലാത്ത ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ ഓരോ മന്ത്രിയുടെ ഓഫീസിൽ നിയമിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പെൻഷൻ, ഏത് മേഖലയിലാണ് വലിയ തോതിലുള്ള ധനധൂർത്താണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ പണമല്ലേ, അത് നമുക്ക് എങ്ങനെയും ചിലവാക്കാം.
എന്നുള്ള രീതിയിൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാട്ടാന നാട്ടിലിറങ്ങി കർഷകർ കൃഷി ചെയ്തിരിക്കുന്ന അതിനെ മുഴുവനും നശിപ്പിച്ചു പോകുന്ന ഒരു രീതിയാണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഈ ഭരണം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. അത്രയും മോശമാണ് ഇവിടുത്തെ ധനഭരണം. സർക്കാർ ഉദ്യോഗസ്ഥരെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ എത്രമാത്രം സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷൻ, അവരുടെ ശമ്പളം, പെൻഷൻ ഇതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ പ്രതിസന്ധിയിലേക്ക്? അതായത് ഈ 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണമാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രതിസന്ധിയുടെ കുറേ നാളായിട്ടുള്ള റീസൺ. അതിപ്പോൾ 2001 ധവളപത്രം എടുത്ത് നോക്കിയാലും 2016 നോക്കിയാലും ഇപ്പോഴും നോക്കിയാലും നമുക്കിത് കാണാൻ കഴിയും. അതായത് 2012 തന്നെ ഞങ്ങൾ ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ശമ്പളവും പെൻഷൻ പിന്നെ അതോടൊപ്പം തന്നെ പ്രൈവറ്റ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, മറ്റ് സ്റ്റാഫ്. അപ്പോൾ ഈ സ്റ്റാഫ് ചെലവാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഓരോ 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ വരുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് ജമ്പ് ചെയ്യും. അത് കൊടുക്കാനായിട്ടുള്ള പണമില്ല. അപ്പോൾ തന്നെ ഒരു ക്രൈസിസിലാവും. അപ്പോൾ അതങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ കേന്ദ്ര സർക്കാരിനെ പോലെ ഒരു 10 വർഷത്തിലാക്കിയിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു താർച്ച ഉണ്ടാവില്ലായിരുന്നു. മാത്രമല്ല ഈ 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം യൂണിവേഴ്സിറ്റികൾ അവർ നടപ്പിലാക്കും. അവരെ കാശുകൊണ്ടോ നടപ്പിലാക്കാനില്ലല്ലോ. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് നടപ്പിലാക്കും, KSRTC നടപ്പിലാക്കും, ഇലക്ട്രിസിറ്റി ബോർഡ് നടപ്പിലാക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഒരു സുനാമി അടിച്ച് കയറുന്നത് പോലെ ഒരു ശമ്പള പെൻഷൻ പരിഷ്കരണം നമ്മുടെ എല്ലാ സർക്കാരും മറ്റ് എല്ലാ മേഖലകളെയും പിന്നീട് നശിപ്പിച്ചു കളയുന്നു എന്നുള്ളതാണ്. ഇത് ഒരു വസ്തുതയാണ്. ഇവിടെ ഈ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി പരിശോധിച്ചിട്ടുള്ള ഒരു സമിതികളും ഇവിടെ LDF നിയമിച്ച പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുണ്ട്, UDF നിയമിച്ച പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുണ്ട്. അവർ രണ്ടുപേരും പറഞ്ഞതെന്ന് പറഞ്ഞത് ഈ 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം ശരിയാവില്ല, നടത്താൻ പറ്റില്ല, നടത്തിയാൽ തകർന്നു പോകും. ഇവിടെ സംസ്ഥാനത്തിൻ്റെ ഒരു പേ കമ്മീഷൻ പറഞ്ഞു ഈ ശമ്പള പെൻഷൻ 5 വർഷത്തിലൊരിക്കലും നടപ്പിലാക്കാനായിട്ടുള്ള പണമില്ല, അതുകൊണ്ട് നമ്മൾ 10 വർഷത്തേക്കുള്ള ശമ്പള പെൻഷനാണ് ഇപ്പോൾ ശുപാർശ ചെയ്യുന്നത്. അതിനെ നമ്മുടെ യോഗ്യന്മാർ 5 വർഷമായിട്ട് നടപ്പിലാക്കി. ഇത് ഏറ്റവും ഒടുവിലത്തെ ശമ്പള പെൻഷൻ പരിഷ്കരണം പറയണമെന്ന് പറഞ്ഞാൽ 5 വർഷം കൊണ്ടൊന്നും നമുക്ക് നടപ്പിലാക്കി ശരിയെന്ന് ഒരു 7 വർഷം കഴിഞ്ഞ് നടപ്പിലാക്കി. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകളൊന്നും കണക്കുകളൊന്നും ഈ 5 വർഷത്തെ ശമ്പള പെൻഷൻ പരിഷ്കരണവും ഈ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അതുവാണെങ്കിൽ നമുക്കൊരു തിയറി ആയിട്ട് തന്നെ എടുക്കാം. 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന് നിങ്ങൾ ഓപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളിവിടെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യസ്ഥിതിയുടെ സമ്പൂർണ്ണ നാശത്തിന് നമ്മൾ ഓപ്റ്റ് ചെയ്യും. അത് തന്നെയാണ്